നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒബ്സർവേഷൻ സ്കിൽ അത്ര പോരാ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 3 മെത്തേഡുകൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിത്രകലയിൽ ബിഗിനേഴ്സിന് ഒബ്സർവേഷൻ സ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാനായിട്ട് സാധിക്കും. ചിത്രം വരയ്ക്കുമ്പോൾ നല്ലൊരു ചിത്രം വരയ്ക്കാനായിട്ട്, നിങ്ങളൊക്കെ വരച്ച പോലെ നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് 2 സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മൈൻഡ് സെറ്റ്, പിന്നെ ഒന്ന് സ്കിൽ സെറ്റ്. സ്കിൽ സെറ്റിൽ 2 സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഒബ്സർവേഷൻ ചെയ്യാനുള്ള സ്കില്ലും ഒന്ന് വരയ്ക്കാനുള്ള സ്കില്ലും ഈക്വലി ഇമ്പോർട്ടൻറ്റ്. റെഫറൻസ് ഇമേജ് പ്രിന്റ് എടുക്കാം പ്ലസ് ഡിജിറ്റൽ കോപ്പി ഒബ്സർവ് ചെയ്യാം. പ്രിന്റ് എടുത്തോന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇതില് മൊബൈല് പ്രിന്റ് മാത്രം നോക്കി വരച്ചവരൊന്ന് ഹാൻഡ് ഓൺ ചെയ്ത് പ്രിന്റ് മാത്രം നോക്കി വരച്ചവര്, അതിന്റെ അർത്ഥം ബാക്കിയുള്ള ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ നോക്കി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ്. പ്രിന്റ് എടുത്തു, പ്രിന്റ് മാത്രം നോക്കണ്ട, മൊബൈൽ നോക്കാം. പ്രിന്റ് എടുക്കുമ്പോൾ എന്താ വ്യത്യാസം? പ്രിന്റ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഫീൽ ചെയ്ത് കാണാൻ പറ്റും, കുറച്ച് ദൂരെ വെച്ച് നോക്കിയിട്ട് ലോങ് വ്യൂ കാണാൻ പറ്റും. പക്ഷെ മൊബൈലിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ സൂം ചെയ്ത് കാണാം. സോ റെഫറൻസ് ഇമേജ് വെച്ചിട്ടാണ് നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ പ്രിന്റ്, ഗോ ഫോർ ഡിജിറ്റൽ സ്ക്രീൻസ്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റ് യുവർ ആർട്ട് ആൻഡ് റെഫറൻസ് ഇമേജ്. സെയിം പൊസിഷനിൽ വെച്ച് അതേപടി തന്നെ നോക്കി വരയ്ക്കാതെ ഇടയ്ക്കിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ട്? പോർട്രേറ്റ് വരയ്ക്കുന്നതാണെങ്കിൽ സ്പെഷ്യലി തല തിരിച്ചൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് ഒരു കണ്ണിന്റെ ഒരു ഏരിയ മാത്രമാണ് വരയ്ക്കുന്നെങ്കിൽ റെഫറൻസ് ഇമേജ് റൊട്ടേറ്റ് ചെയ്യുക, ഡ്രോയിങ് റൊട്ടേറ്റ് ചെയ്യുക, ആ ഭാഗം മാത്രം സൂം ചെയ്യുക. സൂം ചെയ്യുമ്പോൾ കണ്ണല്ല വരയ്ക്കുന്ന 7 എലമെന്റ്സ് ഓഫ് ആർട്ട് വരയ്ക്കുന്നത്, അത് മാത്രം ഒബ്സർവ് ചെയ്ത് ആ ചിത്രം വരയ്ക്കുക, കംപ്ലീറ്റ് ആകും. തേർഡ്, ഡെയിലി പ്രാക്ടീസ്. എന്തിനാ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്? ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കാഴ്ചകൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണും. അപ്പോൾ ഡെയിലി റിയൽ ലൈഫ് ഒബ്ജക്റ്റുകൾ സ്കെച്ച് ചെയ്യാൻ നമ്മുടെ കോഴ്സിനകത്ത് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡെയിലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽ ഒരുപാട് കൂടും. നമ്മളിപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആഴവും പരപ്പും ദൂരവും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആണ് ഈ പേപ്പറിലേക്ക് നമ്മൾ വരയ്ക്കുന്നത്. പേപ്പറിന് ആഴമൊന്നുമില്ല. അപ്പോൾ കാണുന്ന കാഴ്ചക്കാരന് അത് ആഴമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് അസ് എൻ ആർട്ടിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ട്രിക്കുകളാണ് പെയിന്റിങ്, ഡ്രോയിങ്. അതിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ ഒരു കോൺട്രാസ്റ്റ് കൂട്ടുമായിരിക്കും, ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും, ഷാഡോ ചെയ്യുമായിരിക്കും. കാരണം നമുക്കത് തുറന്ന് ശില്പകലയിൽ ചെയ്യാൻ പറ്റും, ചിത്രകലയിൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആരാണ് നിങ്ങളുടെ റെഫറൻസ് ഇമേജ് നോക്കി ചിത്രം വരച്ച സമയത്ത് ജസ്റ്റ് അതേപടി നോക്കി വരയ്ക്കാതെ റൊട്ടേറ്റ് ചെയ്ത് പല ആംഗിളിൽ നോക്കി ഹാൻഡ് റൈസ് ചെയ്ത് യെസ് സർവ ഏകദേശം 6 മാസം മുമ്പ് വരച്ച മാസ്റ്റർ പീസ്. ഇത്തവണത്തെ മാസ്റ്റർ പീസ് വരച്ചത് കളർ പെൻസിലാണ് വരച്ചിരിക്കുന്നത്. 2 days, only took 2 days. 2 ദിവസം മുമ്പ് വരച്ച്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഇതെനിക്ക് വരയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ ക്ലിയറായിട്ട് കൈ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് തല തിരിച്ചു വെച്ചിട്ട് കമ്പ്യൂട്ടറിലും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഞാനത് തിരിച്ചു വെച്ചിട്ടാണ് ഇത് വരച്ച് കംപ്ലീറ്റ് ആക്കിയത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.